നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്ന ആളാണോ? Oh, കാരണം yes. എനിക്കത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. I live in nostalgia because അത് വേണം. ഞാൻ പറയുന്ന ഈ ലുക്കിംഗ് ബാക്ക് ടു ദ പാസ്റ്റ് നമ്മൾ പറയില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന ഈ പാസ്റ്റുകളിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത പാസ്റ്റിൽ ഒരിക്കലും ജീവിക്കരുത്. പക്ഷേ വി ഷുഡ് ലുക്ക് ബാക്ക് ടു വാട്ട് വി വെയർ, ഹൗ തിങ്സ് വെയർ ആൻഡ് ഹൗ യു ആർ എന്നുള്ളത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ് ഈ ഓർമ്മകളിൽ? കുട്ടിക്കാലം ഈ പറയുന്ന ഒരു അയ്യോ, നൊസ്റ്റാൾജിയയില്. ഐ ഹാഡ് എ ടെറിബിൾ ചൈൽഡ്ഹുഡ്. അപ്പം ആ ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാട്ട് വാസ് നോട്ട് ഫോർച്ചുനേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ബേസിക് നീഡ്സിന് വരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആൻഡ് റൈറ്റ് നൗ ദിസ് ഇസ് വെയർ ഐ ആം ലിവിങ് മൈ ലൈഫ്. ഇപ്പോൾ ചിലവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ മറ്റേ പഴയ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എൻ്റെ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. കോമിക് ബുക്കുകളുടെ ഒരു കളക്ഷൻസ് കാണാം. ചിലവർ ഇതൊക്കെ കൊച്ചു പിള്ളേർ വായിക്കുന്നതെല്ലാം ചോദിക്കും. എനിക്ക് കൊച്ചിലത് കിട്ടിയിട്ടില്ല. ഐ ഓൾവേസ് വിഷ്ഡ് ദറ്റ് ഐ വാണ്ടഡ് ദിസ് തിങ്സ്. എനിക്ക് ആക്ഷൻ ഫിഗേഴ്സ് വെച്ച് കളിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അതൊന്നും നമ്മുടെ ആ ഒരു സാഹചര്യവും നമ്മുടെ വളർന്നു വരുന്ന ആ ഒരു ഇതും അത് പറ്റിയിട്ടില്ല. അന്നത്തെ കാലത്ത് അത് ലക്ഷറിന്നും അപ്പുറമായിരുന്നു. മനസ്സിലായില്ല. അപ്പം റൈറ്റ് നോ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ്. എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് മേടിക്കുന്നു. ആൻഡ് ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ കോമിക് ബുക്സും അതൊക്കെ ഭയങ്കര ക്രേസാണ്. പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ മറ്റേ മെച്യൂർ ആവണം എന്ന് നമ്മൾ എല്ലാവരും പറയും. നിനക്ക് ഇത്ര വയസ്സായില്ലോ, നീ ഒന്ന് ഇതൊക്കെ മാറ്റി വേറെ മറ്റെന്തൊരു വലിയ ബുക്കൊക്കെ വായിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ആം വെരി സിമ്പിൾ പേഴ്സൺ. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ആ ഒരു ഇഷ്ടങ്ങളിലാണ് എൻ്റെ ആ ഷെൽഫിൽ ഞാൻ സൂക്ഷിച്ചത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആ ഷെൽഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ദാറ്റ് സംതിങ് വിച്ച് ഐ ഹാവ് അച്ചീവ്ഡ്. ഞാൻ കോടികളും ലക്ഷങ്ങളെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ ചിലവർ നോക്കും. പക്ഷെ എൻ്റെ ഇതിൽ ആ കുറച്ച് കാര്യങ്ങൾ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മീ. ഇപ്പം എൻ്റെ ആ ഒരു PC ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മതിലിങ്ങനെ. ആ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവം. അങ്ങനത്തെ കുറച്ച് അച്ചീവ്മെന്റ്സ് എനിക്കുണ്ട്. ആൻഡ് ഐ ലവ് ദാറ്റ്. നമ്മുടെ ഒരു ഷെൽഫ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ വാൾ ഓഫ് മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. അത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഐ ഓൾവേസ് ലുക്ക് ബാക്ക് ടു വേർ ഐ വാസ്. എന്നിട്ട് ഇപ്പോഴത്തെ ഇത് സത്യം ഐ എം എൻജോയിങ് ഇറ്റ്. ചിലവരൊക്കെ പറയും നീ കുറച്ചും കൂടെ വലുതാക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മറ്റേ ബിഗ് ബോസിലൊക്കെ പോകുന്നത് എന്തിന്. ഇപ്പോഴത്തെ ഒരു ഫെയിം ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ലെറ്റ്സ് സീ, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പ്രസന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ടുമോറോ ഓർ 10 years ഡൗൺ ദ ലൈൻ എന്താവുന്നു. രാജുവേട്ടനെയൊക്കെ പോലെ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഐ ലിവ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഇന്നത്തെ ദിവസം എന്താവും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് പോണത്. ഒരു 1 year ബിഫോർ എങ്ങാണ്ടാണ് ഞാൻ ഷസാമിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പം ഞാൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. അത് നമുക്ക് ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ഒരു അനിയനോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും പലപ്പോഴും. അത്രയും പ്രസന്റബിൾ ആണ്. അപ്പം എങ്ങനെ കോൾ മീ ഷസാം എന്ന് പറയുമ്പോൾ എനിക്കതൊരു കമാൻഡ് ആയിട്ട് തോന്നിയിരുന്നു. കമാൻഡ് അല്ല, ഇറ്റ്സ് മോർ like I said, I'm a comic nerd. ഷസാം എന്ന് പറയുന്ന ഒരു കോമിക് ബുക്ക് ക്യാരക്ടർ ഉണ്ട്. ആൻഡ് മൈ നെയിം, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഷാസ് എന്നാണ്. ശരിക്കുള്ള പേര് വേറെ. പക്ഷെ ഷാസ് എന്നുള്ള പേര് പണ്ട് തൊട്ടേ എൻ്റെ ബ്രദറിൻ്റെ എക്സ് ഇട്ട് തന്ന പേരാണ്. ആൻഡ് എനിക്ക് ഐ ലവ് ദാറ്റ് നെയിം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ്, ബട്ട് ഐ ലവ് ദാറ്റ് നെയിം. ഞാൻ ഏറ്റവും ഓർക്കുട്ട് കാലഘട്ടം തൊട്ട് ഷാസ് എന്നാണ്. പണ്ട് വേറെ ലെവൽ ക്രിഞ്ച് സാധനമൊക്കെ ഇട്ടുകൊണ്ട് ഷാസ് സംതിങ് അങ്ങനെയൊക്കെ ഇട്ട് ഷാസ് എന്നുള്ളതൊരു കോൺസ്റ്റന്റ് ആണ്. ഐ വാണ്ട് പീപ്പിൾ ടു നോ മീ ലൈക്ക് ദാറ്റ്. എനിക്ക് എൻ്റെ റിയൽ നെയിം അത്ര ഇറ്റ്സ് എ ഗുഡ് നെയിം, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ ദാറ്റ്സ് മോർ ലൈക്ക്, എന്നെ വിളിക്കുകയാണെങ്കിൽ പ്ലീസ് കോൾ മീ ഷസാം. ലൈക്ക് ആൾക്കാർക്ക് അതൊരു ഇതാണ്, ഇങ്ങനെ ക്യൂറിയസ് ആവും, ലൈക്ക് കോൾ മീ ഷസാം. അപ്പോൾ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. കമാൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ടെക് യൂട്യൂബിലേക്ക് വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ടെക് യൂട്യൂബറിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം ആയിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നേരത്തെ ചൈൽഡ്ഹുഡ് നമ്മൾ ആഗ്രഹിച്ച് ഒന്നും കിട്ടിയിരുന്നില്ല എന്ന് ഷസാം പറഞ്ഞിരുന്നു.
ഇപ്പോഴും ആദ്യമായിട്ട് കിട്ടിയ അല്ലെങ്കിൽ വാങ്ങിയ ഒരു ഗാഡ്ജറ്റ് ഓർക്കുന്നുണ്ടോ? പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സോണി എറിക്സൺ എന്ന് പറഞ്ഞ ഫോണിന്റെ W550 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഓറഞ്ച് കളർ. ഇറ്റ് വാസ് കിടു. അതിന്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വരും. എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും മറ്റേ സിൽക്കൺ ടിപ്പ് വരുന്ന സാധനം അന്ന് സോണി ആ ഫോണിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൗണ്ടും ബഹളമൊക്കെ അടിപൊളിയാണ്. പിന്നെ ആ ഫോണിന് തന്നെ നല്ല ലൗഡാണ്. അപ്പം ആ ഒരു ഫോൺ ആണ് എൻ്റെ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫോൺ. ആൻഡ് ഈ ടെക്കിൻ്റെ ഭ്രാന്ത് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മദറിൻ്റെ ബ്രദറുണ്ട്. ഹി യൂസ് ടു ബൈ എവറി ഫോൺസ്. ഹി വാസ് പുള്ളിക്ക് ഒരു ഇങ്ങനത്തെ ഒരു സാധനം ക്രേസ് ഉണ്ടായിരുന്നു. പുള്ളി ആ ഒരു ടൈമിലുള്ള എല്ലാ ഫോണും ലേറ്റസ്റ്റ് നോക്കിയ, സാംസങ് ഏത് എടുക്കുക. അപ്പം ഈ പുള്ളി ഇങ്ങനെ തരും, എടാ ഇത് കണ്ട പുതിയ ഫോൺ എന്ന് വെച്ചിട്ട് ഇങ്ങനെ. അന്ന് തൊട്ടേ ഈ സാധനം എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും ഭയങ്കര ഒരു ടെക്കിയാണ്. ഇപ്പോഴാണ് പുള്ളി ഒരു ആപ്പിളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷേ പുള്ളി പണ്ട് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടെക്ക് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ആ ഫോണാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ എത്തിക്സിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അത് ഫോൺ കാശ് കൊടുത്ത് മേടിക്കും. ഭയങ്കര നഷ്ടമാണ്. പക്ഷേ അതൊരു ഭയങ്കര നഷ്ടമാണ്. പക്ഷേ ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയും, ആ എത്തിക്സ് എന്നല്ല, നമ്മളാ ചാനൽ ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ആൾക്കാർക്ക് അറിയാം. ഞാൻ ഐ സേ ദ പ്രോസ് ആൻഡ് കോൺസ്. ഈവൻ ഇപ്പം ആൾക്കാരായിട്ട് ഐഫോൺ വിരോധി എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ പേജ് എടുത്ത് നോക്കിയാണ്, ലെറ്റ് ഇറ്റ് ബി സാംസങ് എന്ന് പറയും, എനി ഫോൺ ഞാൻ അതിൻ്റെ കോൺസ് പറഞ്ഞിരിക്കും. അതായത് ഇത് ഇങ്ങനത്തെ കുറച്ച് പോരായ്മകളും ഉണ്ട് ഈ ഫോണിൽ എന്ന് പറയും. പിന്നെ എല്ലാ ഫോണുകളും റിവ്യൂ എന്നൊരു ചാനലും അല്ല എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അതായത് ഈ ഇന്നിറങ്ങുന്ന ഫോൺ അത് മേടിച്ച ചെയ്യില്ല, എനിക്കതിന് താല്പര്യമില്ല. അതായത് ഐ ഡോണ്ട് വോണ്ട് ടു കൺഫ്യൂസ് പീപ്പിൾ. ഇഷ്ടം പോലെ ഫോൺ ആസ് വി സ്പീക്ക് ഇറങ്ങുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എനിക്ക് കണ്ടിട്ട് അത് കൊള്ളാം, നോക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്രൈസ് പോയിന്റ് നോക്കും. എല്ലാവരുടെയും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 30,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് ടാഗാണ്. അണ്ടർ 20,000 നത്തിങ്. അണ്ടർ 20,000 ഒരു ഫോണും ഇല്ല, ഏത് മേടിച്ചാലും കണക്ക് തന്നെ. ആ ഒരു 30,000-ൻ്റെ ആ ഒരു അവിടെയാണ് എല്ലാവരും, ബിക്കോസ് അവരുടെ ബഡ്ജറ്റും അതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പം ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് പോവുക എന്ന് പറയുന്നത് പിന്നെ അവരിഷ്ടമാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഇഫ് യു ഹാവ് ദ മണി യു ബൈ. നിങ്ങൾക്ക് iPhone 15 Pro Maxോ ഇപ്പോഴത്തെ ഈ ഫോൾഡോ എന്തോ അത് നിങ്ങളിഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ 1,00,000 മണ്ടേ ഒരു ഫോണും മേടിക്കരുത്. അതിൻ്റെ ആവശ്യം എന്തിനാണ് 1,00,000 മുകളിൽ ഒരു ഫോൺ മേടിക്കുന്നത്? ഇപ്പോൾ ഫോൺ മേടിക്കുന്ന എല്ലാവരും ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അതായത് the amount of people who are taking pictures and videos and editing on this stuff, on gaming എല്ലാം കൂടി. പിള്ളേർ ഗെയിമിങ് വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ അത് കുറയാണ്, അതിൻ്റെ പവർ കുറയാണ് ഇൻ ടൈം. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഇതാണ് നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നമ്മളിത് വന്നിരുന്ന് പറയുമ്പം എൻ്റെ ഫോൺ അങ്ങനെ അല്ലല്ലോ, അങ്ങനെയല്ല. ഐ ഹാവ് യൂസ്ഡ് ഫോൺസ് ആൻഡ് ഐ നോ ഹൗ തിങ്സ് വർക്ക്. അപ്പം ഈ ഒരു സാധനം നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഞാൻ അതാണ് എല്ലാവരും ഈ ജെന്യുവിൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ആ ലോങ് ടേം യൂസ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ തോന്നി. അല്ലാതെ ഈ ചില ഇപ്പോൾ ബ്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് പ്രൊമോട്ടിങ് സ്റ്റഫ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ്. എനിക്ക് അങ്ങനെ പ്രൊമോട്ടർ ആവാൻ താല്പര്യമില്ല. അതിന് അവർ ആ നടന്മാരെയോ നടിമാരെയൊക്കെ വെച്ച് ചെയ്തോട്ടെ. നമ്മൾ റിവ്യൂവർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരിലോട്ട് കാണിക്കുന്നത്. ബി എ റിവ്യൂവർ, യു ബൈ ദ പ്രോഡക്റ്റ്, കൺസ്യൂമർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ കൊടുക്കുക. എന്നാലും അവിടെ പോരെ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലീസ് എൻ്റെ അടുത്ത് ഈ കമൻറ്റ് ബോക്സിൽ പറയുക. ബിക്കോസ് ഞാൻ ഇത് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇത് തട്ടും. ബിക്കോസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ ഫോൺ വിറ്റാലേ അടുത്ത ഫോൺ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇതിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.